അപ്പം നമ്മൾ പതിയെ ഓൺലൈനിലോട്ട് പോവാണ്. ഊബർ എവിടെ ഊബർ ഓണാക്കി. ഇനി അടുത്തത് ഓല. അപ്പോൾ എല്ലാം യൂബർ ഓലയും രാവിലെ ഓണാക്കിയിട്ടുള്ളൂ. ഏതിലാണ് ഫസ്റ്റ് ട്രിപ്പ് വരുന്നത് നമുക്ക് നോക്കാം. ഞാൻ ആ ലൈറ്റ് ഇട്ട വീട്ടിലാണ് താമസിക്കുന്നത്. വണ്ടി വീട്ടിലിടാനുള്ള സൗകര്യം കുറവാണ്. അപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്ത് റോട്ടിൽ തന്നെയാണ് പാർക്ക് ചെയ്തത്. രാവിലെ ഇറങ്ങി. ഡീസൽ 4 കെട്ടുണ്ട്. പോകുന്ന വഴിക്ക് എവിടെയൊക്കെ അടിക്കാം. ഫ്രണ്ട് ഇരിക്കുന്നതാണ് ശ്രീരാമൻ്റെ ഒരു കൊച്ചു ഇതാണ്. പക്ഷെ എല്ലാവരും കണ്ടിട്ട് ഭയങ്കര അഭിപ്രായം, നല്ല അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഓൺലൈനിൽ മേടിച്ചാണ്. വാഗനറാണ്. 2 വർഷമായിട്ടുള്ളൂ. ഒറ്റക്കാണല്ലേ, നേരം വെളുത്ത് വരുന്നുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. നമുക്ക് ട്രിപ്പ് വന്ന് കടവന്തരക്കാണ് കേട്ടോ. നമ്മളത് എടുത്തിട്ട് നമ്മുടെ ഒലച്ചേട്ടനെ അങ്ങോട്ട് ഓഫാക്കും. അപ്പം നമുക്ക് അതൊക്കെ അങ്ങോട്ട് നീങ്ങാം. ഗാന്ധി സ്ക്വയർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കേട്ടോ. അപ്പം നമുക്ക് പതുക്കെ അങ്ങോട്ട് നീങ്ങാം. അവര് വിളിക്കുന്നുണ്ട്, നമുക്കൊന്ന് എടുത്തു നോക്കാം. അവരാ തോന്നുന്നു. എടുത്തു നോക്കാം. ഹലോ, ക്ലാസിക് ഹോട്ടൽ അല്ലേ? ഓക്കെ, അതാ വന്നോണ്ടിരിക്കുക. ഇവിടെ കൊട്ടാരത്തിലെത്തി. രാവിലെ ഒരു 160 രൂപയുടെ ട്രിപ്പാണ്. കുഴപ്പമില്ല, ഏതായാലും ഫസ്റ്റ് ട്രിപ്പല്ലേ, നമുക്ക് എടുത്തോണ്ട് പോകാം. ഞായറാഴ്ചയാണ്. ഉച്ച കഴിഞ്ഞാലൊക്കെ ട്രിപ്പ് കുഴപ്പമില്ലാത്ത ട്രിപ്പ് വന്ന് തുടങ്ങുള്ളൂ. നമുക്ക് നോക്കാം എത്ര രൂപ ചെയ്യാൻ പറ്റുമെന്ന്. ഏതായാലും ഫസ്റ്റ് ട്രിപ്പ് നമുക്ക് യൂബറാണ് നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് തന്നിരിക്കുന്നത്. അങ്ങനെ പോയി പിക്ക് ചെയ്ത് അവിടെ കടവത്തര കൊണ്ടാക്കിയിട്ട് ബാക്കി വീഡിയോ കാണാം കേട്ടോ. ഓക്കെ, നമ്മളിപ്പോ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇതിപ്പോ വിനായക കാറ്ററിംഗിലോട്ടാണ് ട്രിപ്പ് വന്നത്. അവിടെ എന്തോ ഒരു കല്യാണം എന്തോ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അതിനുവേണ്ടി വന്നാണ്. ഇപ്പൊ നമ്മളിവിടെ എത്തി. ഇപ്പൊ നമ്മള് അവരെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് ഇപ്പൊ ഇച്ചിരി അങ്ങോട്ട് മാറ്റി നമുക്ക് പാർക്ക് ചെയ്യാം. നമ്മുടെ അന്നദാതാക്കളെ ഓണാക്കിയിട്ടില്ല. ഊർ മാത്രമേ ഇപ്പൊ ഓണായിട്ടുള്ളൂ. വഴി ഇച്ചിരി മോശമാണെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് സൈഡിൽ ഒതുക്കാം. ഇനി ഇവിടെ നിന്ന് അടുത്ത ട്രിപ്പ് അടിക്കട്ടെ. അപ്പൊ നമ്മള് വീണ്ടും ഓല
നമ്മൾ 2 കമ്പനിക്കാരുടെ അടുത്ത് നമ്മൾ ചെന്ന് മുട്ടിയിട്ടുള്ളൂ. ഇതിൽ ആരൊക്കെ ട്രിപ്പ് തരുമെന്നറിയില്ല. നമ്മൾ ട്രിപ്പിന് വേണ്ടി 2 പേരുടെ അടുത്ത് ചെന്നിട്ടുള്ളൂ. അവരേതായാലും ഫസ്റ്റ് തന്നെ യൂബർ നമുക്ക് ഒരു 156 രൂപയുടെ ട്രിപ്പ് 160 രൂപ കാണിച്ച് അവരുടെ 5% GST ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് 156 രൂപയാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്. അവിടെ നമുക്ക് അടുത്ത ട്രിപ്പ് അടിച്ചിരിക്കുകയാണ്. ഇവിടെ അടുത്താണ് തേവര ഭാഗത്തോട്ടാണ്, രവിപുരം ഭാഗത്തോട്ടാണ്. അതൊരു 120 രൂപയുടെ ട്രിപ്പാണ്. എന്നാലും കുഴപ്പമില്ല, കിട്ടുന്നതല്ലേ, രാവിലെ കിട്ടുന്നതെല്ലാം പിറക്കിയെടുക്കാം. നമുക്ക് അത് പോയി പിക്ക് ചെയ്യാം. അപ്പം അതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഒലച്ചേട്ടനെ അങ്ങോട്ട് ഓഫാക്കണം. അല്ലെങ്കിൽ രണ്ടും കൂടെ ഇടിച്ച് ഇതാവും, വലിയ ഓട്ടത്തിൽ അത് കിടന്ന് അടിക്കും. നോക്കണം. രണ്ടാമത്തെ ട്രിപ്പ് കിട്ടിയിരിക്കുകയാണ്. ഇവിടെ അടുത്തെങ്ങാണ്ടാണ്, ഒരു 350 മീറ്റർ പോയാൽ മതി. ഞാൻ തോന്നുന്നു നമ്മുടെ പുറകിലാണ്, എന്നാലും അപ്പുറത്തെ വഴിയാണ്. ഇങ്ങനെ പോകുന്നില്ലേ. ഇത് പൊന്നൂരിന്ന് ഭാഗത്തോട്ട് പോകുന്ന റോഡാട്ടാ. പൊന്നൂരിന്ന് റോഡിലോട്ട് വന്ന് കയറി ജവഹർ അവന്യൂ റോഡ്, ജവഹർ നഗർ അവന്യൂ എന്നാണ് കേട്ടോ ഈ റോഡിന്റെ പേര്. ഇത് അങ്ങേറ്റത്തെ ഒരു ഫ്ലാറ്റ് ഉണ്ട്, അവിടെ നിന്നാണ് തോന്നുന്നു. ഇവിടെയൊക്കെ ഉച്ചയ്ക്ക് വന്ന് ഞങ്ങൾ വെയിറ്റ് ചെയ്യാറില്ല കേട്ടോ. ഇവിടെയൊക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാല് കിട്ടും, എന്തെങ്കിലുമൊക്കെ കിട്ടാതിരിക്കുകയല്ല. ഇവിടെ ഒരു പ്രാവശ്യം തൃശ്ശൂരൊക്കെ അടിച്ചാണ്. അപ്പൊ ആ ഒരു ഓർമ്മ മനസ്സിൽ കിടക്കുന്നുണ്ട്. ഈ ഏരിയയിലോട്ടൊക്കെ വരുവാണെങ്കിൽ തൃശ്ശൂര് വീഴും എന്നുള്ള രീതിയിൽ ഇവിടെ വന്ന് കിടക്കും. പക്ഷെ തൃശ്ശൂര് കിട്ടാറില്ല. ഒരിക്കൽ ചക്ക ഇട്ടു പകുതി രാവിലെയല്ല, ഏതായാലും ഇവിടെ വന്ന് കിടക്കും. എന്തെങ്കിലുമൊക്കെ കിട്ടിട്ട് നോക്കാം. പിന്നെ അതുപോലെ ഈ മാവിന്റെ ചോട്ടിലൊക്കെ നല്ല തണലായിരിക്കും. അപ്പൊ ആ തണല് പറ്റി കിടക്കാം. ഇവിടെ നോ പാർക്കിംഗ് എന്നൊക്കെ പറഞ്ഞ് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ആൾക്കാരൊക്കെ വന്ന് കിടക്കാറുണ്ട്. ചൂടാന്നറിയോ, ഒരു രക്ഷയില്ല. അപ്പൊ കേസ് നമ്മളിത് ഈ സിറ്റി പാർക്ക് എന്ന് പറഞ്ഞ ഈ ഇതിനകത്താണ്. അപ്പൊ നമുക്ക് അതിനകത്ത് കയറി എടുക്കാം. ഓക്കെ, പിന്നെ ഇവരൊക്കെ ഉണ്ടാക്കിയിട്ട് കാണാം. പനമ്പള്ളി നഗറാട്ടോ. പനമ്പള്ളി നഗർ മനോരമയുടെ അവിടുന്ന് പാസ്പോർട്ട് ഓഫീസിന്റെ അങ്ങോട്ട് പോകുന്ന റോഡാണ്. നമുക്ക് ഇവിടുന്ന് എയർപോർട്ട് അടിച്ചിരിക്കുന്നു. ഒരു 640 രൂപയുടെ ട്രിപ്പാണ്. ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ ഉണ്ട്. പുറകോട്ട് പോകണം, അപ്പുറത്തെ റോഡാ, സഹോദരൻ അയ്യപ്പൻ റോഡാണ്. അപ്പൊ നമുക്ക് ബാക്കി അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ, നമ്മളിപ്പോ എയർപോർട്ടിൽ വന്ന ആളെ ഡ്രോപ്പ് ചെയ്തു. ഇനിയിപ്പോ ഇവിടുന്ന് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും ഇവിടുന്ന് ട്രിപ്പ് വരല്. മിക്കവാറും ഇവിടുന്ന് ട്രിപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒരു 99% ഇവിടുന്ന് ട്രിപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒരുപാട് ആൾക്കാർ ഇവിടെ ബുക്ക് ചെയ്യാൻ നിൽപ്പുണ്ട്. നമ്മൾ ക്യൂവിലാണെങ്കിൽ 159 155 നമ്മുടെ നമ്പർ വന്നേക്കുന്നത്. 155 എന്ന് പറയുമ്പോ ഒരു രാത്രിയൊക്കെ ആവും ഇവിടുന്ന് പോകണമെങ്കിൽ, ട്രിപ്പ് കിട്ടി പോകണമെങ്കിൽ. ഇങ്ങനെ യൂബർ വെച്ച് നമുക്കൊരു എയർപോർട്ട് ട്രിപ്പ് വന്നു. ഒന്നും കിട്ടിയില്ല കേട്ടോ. പക്ഷെ എല്ലാം ഭയങ്കരമായിട്ട് ചുമന്ന് കിടക്കാണ് കണ്ടോ. ബുക്കിങ് കൂടുതലാണ്. പക്ഷെ എന്തോ നിർഭാഗ്യവശാൽ നമുക്ക് ട്രിപ്പൊന്നും അടിച്ചിട്ടില്ല. എന്താണോ എന്തോ. അപ്പൊ ഏതായാലും നമുക്ക് കാപ്പുകുടി എന്നൊരു സംഭവം കിടപ്പുണ്ടല്ലോ, കാപ്പു കുടിക്കാം. നമ്മൾ സ്ഥിരം കഴിക്കുന്ന ഒരു കടയുണ്ട് എയർപോർട്ടിന്റെ അങ്ങോട്ടൊക്കെ വരികയാണെങ്കിൽ രാവിലെ വരുമ്പോൾ കഴിക്കുന്ന ഒരു കടയുണ്ട്. ഇത് അപ്പൂപ്പന്റെ കടയാണ്. അവിടെ പോയി കഴിക്കാം. ഉണ്ടോ ഇല്ലയോന്ന് അറിയില്ല. ഏതായാലും നമുക്ക് ചെല്ലാം. വേണേൽ നമുക്ക് ഈ ക്യൂവിൽ കിടക്കാം. പക്ഷെ നമുക്ക് എപ്പോൾ ട്രിപ്പ് അടിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ വൈകുന്നേരം ഒക്കെ ആവും, ചിലപ്പോൾ രാത്രി ആകാം. ചിലപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ 1, 2, 4 ട്രിപ്പിലൊക്കെ ക്യൂവിലാണ് കിടക്കുന്നതെങ്കിൽ ഏതെങ്കിലും ഒരുത്തൻ ഫേക്ക് അടിപ്പിക്കും. ഇവിടെ കുറെ ഫേക്ക് ടീമുകളുണ്ട്. ഫേക്ക് അടിപ്പിച്ച് നമ്മളെ ക്യൂവിൽ നിന്ന് തള്ളിക്കളയും. ചിലപ്പോൾ നമ്മളെ ഈ 5ാമത് കിടക്കാൻ നമ്മളൊക്കെ ചിലപ്പോൾ 200, 250, 150 ഒക്കെ അങ്ങോട്ട് തള്ളിപ്പോകും.
അപ്പൊ അതിലും ഭേദം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യാറ് ക്യൂവിൽ കിടക്കാറില്ല, ക്യൂവിൽ നിന്ന് പുറത്തിറങ്ങി കിടക്കും. അപ്പൊ നമ്മൾ പുറത്തുനിന്ന് ട്രിപ്പ് അടിച്ച് കിട്ടുന്ന ട്രിപ്പ് എടുത്ത് പോകും. അപ്പൊ കൂട്ടുകാരെ, നമുക്ക് എയർപോർട്ടിൽ നിന്ന് തിരിച്ച് ഇൻഫോ പാർക്കിലേക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ 99% ഇവിടുന്ന് ട്രിപ്പ് അടിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് തന്നെ ട്രിപ്പ് അടിച്ച് ഡൊമസ്റ്റിക് എന്നാണ് വെച്ചിരിക്കുന്നത്. ഒരു രാജലക്ഷ്മി എന്ന് പറയുന്ന ഒരു മേഡമാണ്. നമ്മള് മേഡത്തെ പിക്ക് ചെയ്യാൻ വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എയർപോർട്ടിന്റെ ഉള്ളാണ്. ഒന്നും വെള്ളമല്ലാണ്ട് ഒന്നും കഴിച്ചിട്ടില്ല. കാപ്പ് കുടിക്കാന്നൊക്കെ ഓർത്ത് പോയതാണ്. പക്ഷെ ട്രിപ്പ് അടിച്ച് ഇപ്പൊ അടിച്ചില്ലേ പിന്നെ നമ്മൾ എങ്ങനെ അടിച്ചാലും ഒരു 2 മണിക്കൂറെങ്കിലും ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. തൽക്കാലം വെള്ളത്തെ പിടിച്ചു നിർത്താന്ന് വിചാരിച്ചു. വെള്ളത്തെ പിടിച്ചു നിർത്താനല്ല, വെള്ളത്തിൽ പിടിച്ചു നിൽക്കാന്ന് വിചാരിച്ചു. അപ്പൊ അവിടെ ചെന്നിട്ട് കഴിക്കാം. ഹലോ. അപ്പൊ നമ്മള് ആ മേഡത്തെ ഇവിടെ ഇൻഫോ പാർക്കിനകത്ത് TCS എന്ന് പറഞ്ഞൊരു കമ്പനിയാന്ന് തോന്നുന്നു, അവിടെ കൊണ്ട് ഇറക്കി. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒരു ട്രിപ്പ് കയറി അടിച്ചിട്ടുണ്ട്. 4 പോയിന്റ് എന്ന് പറഞ്ഞ ഹോട്ടലിൽ നിന്ന് കലൂർക്കാണ്. അപ്പൊ നമുക്ക് ആ ഒരു സായിപ്പാന്ന് തോന്നുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ആ ഗസ്റ്റ് ഞങ്ങളുടെ അടുത്ത് നമുക്ക് കലൂർ കൊണ്ടാക്കിയിട്ട് ബാക്കി ഡീറ്റെയിൽ ആയിട്ട് പറയാം. നെക്സ്റ്റ് പിക്കപ്പ് ഈ ഹോട്ടലിൽ നിന്നാണ്. 4 പോയിന്റ് ചെയ്തിട്ട് ബാക്കി. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളിപ്പോ ആ സാഹിബിനെ മദാമനെ ജാംജാജ് ഹോട്ടലിൽ സിൽക്ക് കൊണ്ടിറക്കി. അപ്പൊ അവിടെ ഇറക്കി അവര് 150 രൂപ ടിപ്പ് തന്നു കേട്ടോ. ചായ പിടിച്ചോണൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവിടെ ആളെ ഇറക്കിയിട്ട് നമ്മൾ അടുത്ത ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഒരു കാര്യം, നമ്മൾ ഇതുവരെ ചായ കുടിച്ചിട്ടില്ല. നമ്മളല്ല, ഞാൻ ചായ കുടിച്ചിട്ടില്ല. അപ്പൊ എവിടെയെങ്കിലും ഒരു ചായക്കട കണ്ടാൽ ചായ കുടിക്കുക എന്നുള്ളതാണ്. ഇവിടെ ചെറിയൊരു സ്റ്റേഡിയം ഉണ്ട്. ആ സ്റ്റേഡിയത്തിൽ കയറ്റി വണ്ടി ഇട്ടിട്ട് നമുക്ക് തൊട്ടടുത്ത് ഒരു കടയുണ്ട്, അവിടെ പോയി കഴിക്കാം. ട്രിപ്പ് അടിക്കുമെന്ന് അറിയത്തില്ല. കണ്ടിന്യൂസ്ലി ട്രിപ്പ് അടിച്ചോണ്ട് 4 മണിക്കൂറിൽ ആയ ഓൺലൈനില് കണ്ടിന്യൂസ് ട്രിപ്പ് അടിക്കാറുണ്ട്. എയർപോർട്ടിൽ നിന്ന് കാക്കനാട് നിന്ന് ഇപ്പൊ MG റോട്ടിൽ വന്നിട്ടുണ്ട്. അപ്പൊ അടുത്ത ട്രിപ്പ് വരുന്നതിന് മുന്നേ നമുക്ക് ചായ കുടിക്കാനുള്ള സെറ്റപ്പ് നോക്കാം. അപ്പൊ നിങ്ങളെല്ലാവരും ചായ കുടിച്ച് കാണുമല്ലോ അല്ലേ? കുടിച്ചില്ലെങ്കിൽ കുടിക്കുക, കുടിക്കാത്തവര് കുടിക്കുക, കുടിച്ചവർ റെസ്റ്റ് ചെയ്യുക. ഓക്കെ. അപ്പൊ കൂട്ടുകാരെ, നമ്മൾ കാപ്പിടി കഴിഞ്ഞു. കാപ്പിടി അധികമൊന്നും കിട്ടിയില്ല, കാപ്പിയൊക്കെ കഴിഞ്ഞു പോയി. ഒരു പപ്സും ചായയിലും നിർത്തി കാര്യങ്ങൾ. ഇത് മറ്റേ സ്റ്റേഡിയമാണ്. ഇവിടെയൊക്കെ എപ്പോഴും ഫുട്ബോൾ കളി, മുത്തൂറ്റിൻ്റെ റിലയൻസിൻ്റെ ഒക്കെ കളി നടക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നും ഓണാക്കിയിട്ടില്ല, ഓണാക്കാനുള്ള പരിപാടിയാണ് നമ്മളിപ്പം. ഊബർ അല്ല, ഊബർ ഒല മാത്രമേ ഓണാക്കി ഇട്ടിട്ടുള്ളൂ. ബാക്കിയൊക്കെ അടിക്കുമെന്ന് നോക്കാം. ഒലയൊന്നും എഴുന്നേറ്റ് വന്നിട്ടില്ല. എന്നാലും ഒലച്ചേട്ടനൊക്കെ പിണക്കത്തിലാണ്. യൂബറും വെച്ച് മാത്രമേ ഇന്ന് ട്രിപ്പ് തന്നുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം, അടുത്ത ട്രിപ്പ് പോട്ടെ. വിശക്കുന്നില്ലേ? വെള്ളം കുടിച്ച് പിള്ളേരാണ്. അപ്പൊ നോക്കാം, അടുത്ത ട്രിപ്പ് പോട്ടെ. ഓണാണ്, നോക്കാം. വേസ്റ്റ് ഇവിടെ കിടന്നിട്ട് ട്രിപ്പൊന്നും അടിക്കുന്നില്ല. വേസ്റ്റ് നമുക്ക് മാറ്റിയിടാം. ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു മണിക്കൂറാകാൻ പോകുന്നു.
നമുക്ക് ഒബ്രാമോളിന്റെ അപ്പുറത്ത് പോയി കിടക്കാം. അപ്പൊ നമുക്ക് അടി വരും. ഒബ്രാമോളിൽ നിന്ന് ഇറങ്ങുന്നവര് ഇവിടെ കടന്നു കഴിഞ്ഞാല് ഇവിടുന്ന് ട്രിപ്പ് കിട്ടാൻ വലിയ താമസം. ഇവിടെ കടന്നവരൊക്കെ കാലിക്കെടുത്തോണ്ട് പോയതാ തോന്നുന്നു. ഇവിടുന്ന് ക്രോസ് ചെയ്യണതിലാണ് ഏറ്റവും വലിയ പാട്. വണ്ടി ഇങ്ങനെ ചെറുപറാന്നും പറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. വരട്ടെ, ട്രിപ്പ് വരട്ടെ, ട്രിപ്പ് വരട്ടെ. ഈ പമ്പിന്നാണ് കേട്ടോ നമ്മള് ഗ്യാസ് അടിക്കുന്നത്. ഇപ്പൊ നമുക്ക് വേണ്ട, CNG ഈ പമ്പിന്നാണ്. നമുക്ക് ഇവിടുന്ന് യൂട്ടേൺ അടിച്ചു വരും. യൂട്ടേൺ അടിച്ചിട്ട് വയറ്റിലേക്കുള്ള റൂട്ടിൽ കയറി കിടക്കാം. അപ്പൊ നമുക്ക് ഒബ്രാമോളിൽ നിന്ന് അടി വരാൻ ചാൻസ്. എല്ലാവരും ഊഹാഭോഗങ്ങളാണ് കേട്ടാ. കിട്ടിയ കൂട്ടി. ഭയങ്കര വെയില. ഇതാണ് അതിന്റെ സെറ്റപ്പ്. അടിപൊളി സാധനം. ഇനിയിപ്പോ നമുക്ക് നേരെ നമ്മള് കറങ്ങി ഇവിടെ വന്നു. ഇനിയിപ്പോ അടുത്ത ട്രിപ്പ് അടിക്കട്ടെ. പഠിക്കുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടാണ്. നമുക്ക് വൈറ്റിലെ സിഗ്നലിന്റെ അങ്ങോട്ട്, വൈറ്റിലെ സിഗ്നൽ മറ്റേ അടപ്പിന്റെ സിഗ്നലിന്റെ അങ്ങോട്ട് കയറി കിടക്കണം. ഇവിടെയൊക്കെ വണ്ടി കിടപ്പുണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ട്രിപ്പ് അടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമാണ്. നമ്മുടെ സമയം പോലെ, നമ്മുടെ സമയവും വിളിക്കുന്ന ആളുടെ സമയവും എല്ലാം കൂടെ ഒത്തു വന്നു കഴിയുമ്പോൾ നമുക്ക് ട്രിപ്പ് വരും. അല്ലാണ്ട് നമ്മൾ എന്തൊക്കെ തലകുത്തി മറിഞ്ഞെന്ന് പറഞ്ഞാല് ഓരോന്ന് പറഞ്ഞു വെച്ചിട്ടില്ലേ, ഓരോ അരമണിയില് അവനവൻ കഴിക്കേണ്ട ആളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയാല്ലേ. എന്ന് പറഞ്ഞാല് ഓരോരുത്തർക്കും ഓരോ ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയെങ്കിലും കറങ്ങി തിരിഞ്ഞ് അവന്റെ കയ്യിൽ തന്നെ വന്നെത്തും. നമുക്കുള്ളതാണെങ്കിൽ നമ്മുടെ അടുത്ത് വരും. ഓക്കെ ഗൈസ്, നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇന്നിപ്പോ ഇത്ര നേരമായിട്ട് ട്രിപ്പില്ല. 5 മണിയാകുമ്പോൾ ഇവിടെ വെച്ച് നിർത്താം. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തി.